എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വന്ന ഒരു കമൻറ്റാണിത്. എനിക്കത് ഇവിടെ കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ മനു എന്ന് പറഞ്ഞ ആളാണ് കമൻ്റ് ഇട്ടത്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കമൻ്റായിരുന്നു. കാരണം ഞാൻ ഒരുപാട് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്താണ് ചേസർ ചെയ്തത്. പക്ഷേ മനു അത് ആ ടെക്നിക്ക് പറഞ്ഞു തന്നപ്പം അതിന് ട്രാൻസിസ്റ്ററിൻ്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും. എനിക്ക് ആദ്യം പറഞ്ഞു തന്നപ്പോൾ മനസ്സിലായത്, ഞാൻ ആലോചിച്ചിട്ടൊന്നും എനിക്ക് കിട്ടുന്നില്ല. പക്ഷേ പിന്നീട് മനു അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഇതുപോലത്തെ സജഷൻസ് നമുക്ക് ഭയങ്കര അത്യാവശ്യമാണ്. കാരണം വെച്ചാൽ അറിവുള്ളവർ അറിവില്ലാത്തവർക്ക് പകർന്നു കൊടുക്കട്ടെ. എനിക്ക് ഒരു പുതിയൊരു അറിവായിരുന്നു മനുവിൻ്റെ കയ്യിൽ നിന്ന്. മനുവിന് ഗഗനോയിഡ് അഥവാ ബാബുവിൻ്റെ വക എ ബിഗ് ക്ലാപ്പ് ആൻഡ് താങ്ക് യു വെരി മച്ച്. ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രത്യേകതരം ചേസർ സർക്യൂട്ടാണ്. ഈ ചേസർ സർക്യൂട്ടിൻ്റെ പ്രത്യേകത വെച്ചാൽ LEDs ഒരു ഫെയ്ഡിങ് എഫക്റ്റ് നമുക്ക് കിട്ടും. വളരെ വളരെ സ്മൂത്തായിട്ട് അണഞ്ഞു പോകുന്ന പോലെ ഒരു ഫീല് നമുക്ക് തരും. ഇത് കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഇത് വീഡിയോയിൽ അതിൻ്റെ ആ ഭംഗി മൊത്തം വന്നിട്ടില്ല കേട്ടോ. ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് പഴയ ബോംബ് കഥ തന്നെ. നമ്മുടെ CD 4017 എന്ന് പറഞ്ഞാൽ ഡെക്കേഡ് കൗണ്ടർ, സെയിം സാധനം. ആ റൈറ്റ് സൈഡ് കിടക്കുന്ന ട്രാൻസിസ്റ്റർ ഞാൻ ഈ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇത് ഞാൻ റീയൂസ് ചെയ്യുന്നതാണ്. ഈ സാധനം, ഈ ടൈമറും ഞാൻ റീയൂസ് ചെയ്യുന്നതാണ്. പഴയ ഒരു വീഡിയോയിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കിയ സാധനത്തെ ഞാൻ റീയൂസ് ചെയ്യണം. നമ്മളെ ടെക്നിക്ക് മുഴുവൻ കിടക്കണം എവിടെയെന്ന് എൻ്റെ ഔട്ട്പുട്ട് സെക്ഷനിലാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ സർക്യൂട്ട് ഡയഗ്രാം വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്, എന്ത് ടെക്നിക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സാമ്പിൾ ഞാൻ കാണിക്കുന്നുണ്ട്. LEDs ഡയറക്റ്റായിട്ട് പിന്നിൽ സോൾഡർ ചെയ്യുന്നതിനേക്കാൾ ഇവിടെ ഭംഗി ഒരു ഡോട്ട് ബോർഡിൽ അസംബിൾ ചെയ്യുന്നതായിരിക്കും. കാരണം ഞാൻ ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഡയറക്റ്റായിട്ട് പിന്നിൽ സോൾഡർ ചെയ്തു. നിങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്യുമ്പോൾ 100 MFD യൂസ് ചെയ്യാവും. കാരണം എൻ്റെ കയ്യിൽ 9 470 MFD ഒരു 220 MFD ആണ് ഇതിനകത്ത് ഉള്ളത്. കാരണം വെച്ചാൽ എൻ്റെ കയ്യിൽ അത്രേ ഉള്ളായിരുന്നു, 100 MFD ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് പക്ഷേ വീഡിയോ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ 220 MFD ഉപയോഗിച്ച് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. 220യും 470, 9 470 MFD ഒരു 220 MFD. ഇതിൻ്റെ പെർഫെക്ഷൻ വരുന്ന എപ്പോഴാണ് 100 MFD കപ്പാസിറ്റർ യൂസ് ചെയ്താലാണ് ഇതിൻ്റെ പെർഫെക്ഷൻ കൃത്യമായിട്ട് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷനിലാണ് ഈ ടെക്നിക്കൊക്കെ വയ്ക്കുന്നത്. ഒന്നുമില്ല, നമ്മളെന്ന് വെച്ചാൽ ഈ ഔട്ട്പുട്ട് സെക്ഷനിൽ ഒരു 1K റെസിസ്റ്റർ ഇട്ടാണ് നമ്മൾ LED കൊടുക്കുന്നത്. അവിടെ തന്നെ നമ്മളൊരു കപ്പാസിറ്ററും കൂടെ ഇട്ടങ്ങ് കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, ഇത് ഓൺ ആകുമ്പോൾ എന്ത് കപ്പാസിറ്റർ അങ്ങ് ചാർജ് ആവും. എന്നിട്ട് ഓഫ് ആകുമ്പോൾ ഈ കപ്പാസിറ്ററിൽ നിന്ന് വോൾട്ടേജ് എടുത്ത് വെച്ച് ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ ഇത് ഈ LED ഫെയ്ഡ് ചെയ്ത് അണയുന്നത് പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന്. അതിന് മുമ്പ് ഞാൻ ഈ LEDസിനെ മുഴുവൻ ഇതുപോലെ അസംബിൾ ചെയ്തെടുക്കാം. ഒരു 1K റെസിസ്റ്ററും കപ്പാസിറ്ററും, ഇത്രയേ ഉള്ളൂ. ഞാൻ ആ കപ്പാസിറ്ററിൽ എക്രോസ് ആയിട്ട് പവർ കൊടുക്കുകയാണേ. കണ്ട, പ്ലസ് കൊടുത്തിട്ട് ഞാൻ അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കണ്ട ചാർജ് ആയിട്ട് ഇത് പതുക്കെ ഫെയ്ഡ് ചെയ്താണ്. ഞാൻ ഒന്നും കൂടെ ചാർജ് കൊടുത്ത് കാണിച്ചു തരാം. കൊടുത്തു കഴിയുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ആകും. ഡിസ്ചാർജ് ചെയ്യുന്നത് ഈ LED വഴി. അപ്പോൾ ഈ ടെക്നിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ വേറൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ? കാരണം നമ്മൾ ഡെക്കേഡ് കൗണ്ടറിൻ്റെ ഔട്ട്പുട്ട് നേരെ എടുത്ത് ഈ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് പിന്നിലാണ് കൊണ്ടത്. അതായത് LEDയുടെ പോസിറ്റീവിൽ 1K റെസിസ്റ്റർ വഴി. അപ്പം ഇത് ഓൺ ആകുമ്പം കപ്പാസിറ്റർ ചാർജ് ആവും. അപ്പോൾ ഓഫ് ആകുമ്പം ഡെക്കേഡ് കൗണ്ടറിൻ്റെ പിൻ സിങ്ക് എന്ന് പറയുന്ന ആക്ഷനിലോട്ടാണ് പോകുന്നത്. സിങ്ക് എന്ന് പറഞ്ഞാൽ ആ പിന്നിനെ നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്യുന്നതിന് ഇക്വലൻറ്റ്. അപ്പോൾ ഈ കപ്പാസിറ്റർ ഈ 1K റെസിസ്റ്റർ വഴി ഡിസ്ചാർജ് ചെയ്യാൻ ശ്രമിക്കില്ല. അതിന് പകരം അതിനേക്കാൾ നല്ലൊരു ഫ്രീ പാത്ത് ഏത് വഴിയുണ്ട്? ഡെക്കേഡ് കൗണ്ടറിൻ്റെ പിന്ന് വഴി സിങ്ക് വഴി സിങ്കിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുവഴി അങ്ങ് ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ LED ഫെയ്ഡ് ഔട്ട് ആവില്ല. അപ്പോൾ അതിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡയോഡും കൂടെ ഇട്ടിട്ടായിരിക്കും ഇതിനകത്തോട്ട് കൊടുക്കുന്നത്. അതായത് ഡെക്കേഡ് കൗണ്ടറിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു ഡയോഡ് ഇട്ടിട്ടാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുമ്പം ഇതിന് ഡെക്കേഡ് കൗണ്ടർ വഴി സിങ്ക് ആവാൻ പറ്റില്ല. കാരണം ഡയോഡ് അതിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇതിന് ഒറ്റ വഴിയേ ഉള്ളൂ, 1K റെസിസ്റ്റർ വഴി LED വഴി ഡിസ്ചാർജ് ചെയ്യുക.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കിങ് ചെയ്തോളൂ. പക്ഷേ അതിൻ്റെ റീസണും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. കാരണം വെച്ചാൽ എന്നാൽ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ അതിനെ റെക്ടിഫൈ ചെയ്തിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. വീഡിയോയോ സർക്യൂട്ടിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാൻ മടിക്കല്ലേ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.